ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന് നൽകുന്ന അപകടകരമായ ഒരു സൂചനയുണ്ട്. വരും കാലങ്ങൾ കേരളത്തിലെ മതസൗഹാർദ്ദങ്ങൾ അട്ടിമറിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം. ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി കേരളത്തിൽ മതപരമായിട്ടുള്ള പോളറൈസേഷനാണ് വിദഗ്ധമായിട്ട് പ്രതിപക്ഷ മുന്നണികൾ ഉപയോഗപ്പെടുത്തിയത്. അത് ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ആയിക്കോട്ടെ, മുസ്ലിം കൺസോൾട്ടേഷൻ ആയിക്കോട്ടെ, ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അതിനുവേണ്ടി രാപ്പകലില്ലാതെ UDF നേതാക്കന്മാർ പണിയെടുത്തത്, പ്രത്യേകിച്ച് ലീഗ് ഉൾപ്പെടെയുള്ളവർ. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി കാസ ഉൾപ്പെടെയുള്ള സംഘടനകൾ ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾക്കിടയിലും വർഗീയമായ ചേരിതിരിവുണ്ടാക്കിയതോടെ കേരളത്തിന്റെ മനുഷ്യരെ 3 കളങ്ങളായി വിഭജിക്കപ്പെട്ടു. ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദുസ്. ഇതിൽ ഹിന്ദുക്കൾക്കിടയിൽ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ചൂണ്ടിക്കാട്ടി ആശങ്ക ഉണർത്തിക്കൊണ്ട് BJP ഇൻട്രോഡ് ഉണ്ടാക്കി 3 സീറ്റ് പിടിച്ചതും അവിടെ തുടങ്ങുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷം തകർന്നാൽ മതി, BJP ജയിച്ചാൽ പോലും ഒരു ആശങ്കയുമില്ലാത്തവരായിരുന്നു കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ UDFകാർ. അവർ BJPയുടെ വിജയത്തിൽ ഒരാശങ്ക പോലും പ്രകടിപ്പിക്കുന്നത് ഒരിടത്തും കാണാനുമില്ല. ആ വിജയങ്ങൾ അത് ജനവിധിയല്ലേ എന്ന് ലഘൂകരിച്ചാണ് VD സതീശൻ പ്രതികരിച്ചത്. അതായത് BJPയുടെ 3 സീറ്റുകൾ ഉണ്ടായി എന്നുള്ളത് അവരെ സംബന്ധിക്കുന്നിടത്തോളം സാധാരണ ഒരു ജനവിധിയല്ലേ, അത് അംഗീകരിക്കുക എന്ന് പറയുന്നിടത്ത് ആ വിഷയത്തിൽ സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായി നിലപാടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ്. നിലപാട് പറഞ്ഞാൽ ഇപ്പുറത്ത് ജയിക്കാൻ വേണ്ടി സതീശനൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് സംഘപരിവാറുകാരും പരസ്യമായി പറയുന്നത് കൊണ്ട് അവരെ വിമർശിച്ച് വെറുതെ പ്രകോപനം സൃഷ്ടിക്കേണ്ട എന്ന തന്ത്രം സതീശനും പ്രയോഗിച്ചു. പക്ഷേ വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്, കേരളത്തിൽ ന്യൂനപക്ഷ മതങ്ങൾ ഒത്തുചേർന്നാൽ അവർക്ക് കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാമെന്നുള്ള സന്ദേശം UDF കേരളത്തിന് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആശങ്കയുണ്ടാക്കുന്നത് ആർക്കായിരിക്കും? മതമാണ് പ്രശ്നമെന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തി അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈ നാട്ടിൽ നടത്തിയെടുക്കാം, നേടിയെടുക്കാം, അതിനുവേണ്ടി അവർ സംഘടിതരാണ് എന്ന സന്ദേശം പുറത്തേക്ക് കൊടുക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ഇത് ആശങ്കയുടെ വിത്ത് വിതച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ അധികാരക്കൊതിക്ക് വേണ്ടി ചെയ്തവർ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ തലമുറയുടെ കാലം കഴിയാറായി. കേവലം 10 വർഷങ്ങൾക്കോ 15 വർഷങ്ങൾക്കകമോ ആ നയിച്ച തലമുറ ഏകദേശം ഈ മണ്ണിൽ നിന്ന് മായ്ക്കപ്പെടും. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയ ഈ പോളറൈസേഷൻ ഈ സമൂഹത്തിൽ നിന്ന് മാഞ്ഞു പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കാസർഗോഡ്, മഞ്ചേശ്വരം, പാലക്കാട്, ചാത്തന്നൂർ, നേമം, കഴക്കൂട്ടം തുടങ്ങിയ പലയിടങ്ങളിലും BJPക്ക് വോട്ട് ലഭിച്ചിരിക്കുന്നത് മതേതരത്വത്തിന്റെ ഭാഗമായിട്ടല്ല, അത് ഹിന്ദു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഹിന്ദുക്കളുടെ വോട്ടാണ്. അതുപോലെ തന്നെ മലബാർ മേഖലയിൽ ലീഗിന് കിട്ടിയിരിക്കുന്നത് മതേതര വോട്ടുകളല്ല, പച്ചയായിട്ടുള്ള മത വോട്ടാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇതര രാഷ്ട്രീയ പാർട്ടിയിലുള്ള സ്ഥാനാർത്ഥികൾ തോൽക്കുകയും എന്നാൽ മതപാർട്ടിയായിട്ടുള്ള ലീഗ് നിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് ജയിക്കേണ്ടത് എന്ന മനോഭാവം എന്തിന്റെ പേരിൽ ഉടലെടുക്കുന്നതാണ്? ഇത് തന്നെയല്ലേ മധ്യ കേരളത്തിലും? നല്ല ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗക്കാരാണ്? അത് UDFന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്, സഭയോട് താല്പര്യമുള്ളവരാണ്. അങ്ങനെയുള്ളവരാണ് വിജയിക്കണമെന്ന് ഇവരെല്ലാവരും തീരുമാനിക്കുന്നതെങ്കിൽ വരും കാലത്ത് BJPയുടെ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ പടർന്നു പന്തലിക്കാനുള്ള അവസരമുണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മതം പറയുന്ന പാർട്ടികൾ അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങൾക്ക് സവിശേഷരാവുകയാണെങ്കിൽ ഇപ്പുറത്തുള്ളവർക്ക് അത് പാടില്ലേ എന്ന ചോദ്യം കൃത്യമായിട്ട് വരും. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഈ നാടിൻ്റെ മതസൗഹാർദ്ദത്തിനു കൂടി കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് കടന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്ര പേർക്ക് ഈ ഒരൊറ്റ തിരഞ്ഞെടുപ്പ് റിസൾട്ട് കൊണ്ട് വരും കാലങ്ങളിൽ സംഭവിക്കാവുന്നതിനെ പറ്റി ആകുലതയുണ്ട് എന്നറിയില്ല, അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടെന്നും അറിയില്ല. പക്ഷേ സംഭവിച്ച് കഴിയുമ്പോൾ അയ്യോ ഇങ്ങനെ ഉണ്ടായോ എന്ന് കരുതുമ്പോൾ എന്താണ് ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോൾ നടക്കുന്നത് എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം അധികാരത്തിനു വേണ്ടി പ്രബലരായ ഒരു വിഭാഗത്തെ തകർക്കാൻ മതമാണ് ഏറ്റവും നല്ല ആയുധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇന്ത്യയിലുടനീളം അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന ഒരു മതത്തിനെ ഈ നാട്ടിലെ സുരക്ഷിത താവളത്തിലിരുന്ന് ആ മതം കൊണ്ട് ജീവിക്കുന്നവർ ആ മതത്തിന്റെ കവചം ഉപയോഗിച്ച് അധികാര കേന്ദ്രങ്ങളിലേക്ക് നടന്നു പോകുമ്പോൾ അതുണ്ടാക്കുന്ന ആശങ്ക എത്ര തീവ്രമാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും.
വരും കാലഘട്ടത്തിൽ BJPയുടെ വളർച്ചയുടെ വേഗത എന്താണെന്ന് നിങ്ങൾ രാജ്യത്താകമാനം പോലെ തന്നെ കേരളത്തിലൊന്ന് പരിശോധിക്കാവുന്നതാണ്. ഇനിയിപ്പോ സംഘപരിവാറിനോട് അയിത്ത മനോഭാവമില്ലാത്തവർ കൂടി ആയതുകൊണ്ട് വളരെ വേഗത്തിൽ ആ ഹിന്ദു പാർട്ടിയുടെ വളർച്ച ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ലാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം.